സംസ്ഥാന പോലീസ് വകുപ്പിന് സാറ വെറും ഒരു നായയായിരുന്നില്ല. സേനയുടെ തന്നെ അഭിമാനം കാത്ത പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയ ഒരു ഓഫീസർ തന്നെയായിരുന്നു. കേസുകൾക്ക് തുമ്പുണ്ടാക്കാനായി കിലോമീറ്ററുകളോളം മണം പിടിച്ചോടിയ ട്രാക്കർ സാറ ഇനി ഓർമ്മകളിൽ മാത്രം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട പോത്തൻകോട് ഐരൂപ്പാറ രാധാകൃഷ്ണൻ കൊലപാതക കേസിൽ കൊലപാതകികളെ അറസ്റ്റ് ചെയ്തത് സാറയുടെ മികവൊന്നുകൊണ്ട് മാത്രം. കേസിലെ പ്രധാന തെളിവായ രക്തം പുരണ്ട വസ്ത്രവും പ്രതി ഉപയോഗിച്ച വെട്ടുകത്തിയും കണ്ടെടുക്കാൻ 2.5 കിലോമീറ്ററാണ് സാറ മണം പിടിച്ചോടിയത്. ഗ്വാളിയാറിൽ ജനിച്ച സാറ BSFൽ പരിശീലനം പൂർത്തിയാക്കി 7 വർഷം മുൻപാണ് കേരള പോലീസിന്റെ ഭാഗമായത്. റാങ്ക് ഉണ്ടായിരുന്ന സമയത്ത് DYSPക്ക് തുല്യമായിരുന്നു സാറയുടെ റാങ്ക്. സാറയുടെ അച്ഛൻ പാർലമെന്റ് സുരക്ഷാ വിഭാഗത്തിൽ പോലീസ് നായയാണ്. അമ്മ കാശ്മീർ സുരക്ഷയുടെ സ്ക്വാഡിൽപ്പെട്ട നായയും. സാറയ്ക്കൊപ്പം ജനിച്ച മറ്റു 2 പേരും കേരള പോലീസ് ഡോഗ് സ്ക്വാഡിൽ സേവനമനുഷ്ഠിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ സാറയുടെ സംസ്കാരം നടത്തി. സാറ ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തോട് പരിപാലന ചുമതലയുള്ള ധനേഷിനും മനോജിനും പൊരുത്തപ്പെടാനാകുമായിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലുണ്ട്. ഗോകുലെ, മനുഷ്യൻ്റെ നീതി തേടിയുള്ള, സത്യം തേടിയുള്ള യാത്രകളിൽ നമ്മെ സഹായിച്ച ഒരു ജീവനാണ്. അനുയോജ്യമായ ഏറ്റവും വലിയ ആദരവുകളോടുകൂടി അതിനെ യാത്ര അയക്കുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കരയുന്നത് പോലും തൻ്റെ ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട വേദനയാണ്. അപ്പോൾ എത്രത്തോളം അവരുടെ ഒരു കരവലയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഹൃദയത്തിൽ സാറ ഉണ്ടായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കുകയാണ് ഈ വിട പറയലല്ലേ. ഡിവിഷ ചോദ്യം പോലെ തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാൻ ആദ്യം വരുന്നത് ആ ഒരു സങ്കടകരമായ മുഹൂർത്തത്തെ പറ്റിയാണ്. നമ്മുടെ പ്രാദേശിക ലേഖകനാണ് ആ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, സാറ എന്ന് പറയുന്ന ഒരു നായ എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു വികാരമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പോലീസ് സേനയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിൽ പലപ്പോഴും പല കേസുകൾ തെളിയിക്കുന്നതിൽ അത് പോലീസുകാർ പലപ്പോഴും പരാജയപ്പെട്ട് നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുമ്പുകളുണ്ടാക്കി ആ കേസിനെ മുൻപോട്ട് നയിക്കുന്നതിലും സേനയുടെ വലിയ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിലും ഒക്കെ തന്നെ സാറ നയിച്ച പങ്ക് വളരെ വലുതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കേസാണ് ഈ ഐരൂപ്പാറ രാധാകൃഷ്ണൻ വധക്കേസ്. പോത്തൻകോട് നടന്ന വലിയൊരു കേസാണ്. അതിൽ അക്കാലത്ത് 2.5 കിലോമീറ്റർ ഓടിയാണ് ഇത്തരത്തിൽ കേസിന് തുമ്പുണ്ടാക്കാനായി സാർ സഞ്ചരിച്ചത്. അന്ന് 3ഓളം ഗുഡ് സർവീസ് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കുകയും സമാനമായ പല അംഗീകാരങ്ങൾ നേടിയെടുക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇത്രയും കാലം ഉള്ള മനുഷ്യജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരോളം തന്നെ ബുദ്ധിയുള്ള മറ്റ് പല മൃഗങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നും നായ തന്നെയാണ് മനുഷ്യൻ്റെ അരുമ മൃഗവും, ഒപ്പം പല കാര്യങ്ങൾക്കും മനുഷ്യൻ്റെ ഉറ്റ തോഴനുമായി നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് സാറയുടെ ജീവിതം. സാറ റാങ്ക് ഉണ്ടായിരുന്നപ്പോൾ DYSPക്ക് തുല്യമായിരുന്ന റാങ്ക് വഹിച്ചിരുന്ന ഒരു നായയാണ്. സാറയുടെ അനുജനെയാണ് ആ അടുത്തേക്ക് കൊണ്ടുവന്നത്. അനുജനാണ് സാറയെ മണം പിടിച്ച് നിന്നിട്ട് പോകുന്ന ആ ഒരു ദൃശ്യത്തിൽ നമ്മൾ കണ്ടത്. ഒപ്പം ധനേഷും ഹാൻഡലറായിട്ടുള്ള മനോജും ഇവർ തന്നെയാണ് നായയെ പരിപാലിച്ചു പോകുന്നത്. 8 വർഷമായി സർവീസിലുണ്ടായിരുന്നു, കേരള സർവീസിലുണ്ടായിരുന്നു, മുൻപ് BSFലുണ്ടായിരുന്നു. നായ്ക്കളുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയ ദിവസങ്ങൾ കൂടിയാണ് ഗോകുൽ. ഇപ്പോൾ വയനാട്ടിൽ പലയിടത്തും നമ്മൾ ഇതുപോലെ കാഴ്ചകൾ കണ്ടതാണ്. കാരണം മൃതദേഹങ്ങൾ തേടിയുള്ള ഇവയുടെ ശ്രമം, അതിന് പിന്നാലെ മനുഷ്യൻ തിരച്ചിലിലേക്ക് പോകുന്നു. അപ്പോൾ എത്രത്തോളം നായ്ക്കൾ കേരള പോലീസിനും അല്ലെങ്കിൽ ഏത് പോലീസ് സേനയ്ക്കും അത്യന്താപേക്ഷിതമാണ് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ സാറയെ സ്നേഹിക്കുന്നവർക്ക് മുമ്പിൽ ഈ കാഴ്ച നമ്മൾ സമർപ്പിക്കുന്നു. ശരി ഗോകുലെ.